ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൽമുൽ മആനി. ഇൽമുൽ മആനിയാവുന്നത് ഇൽമുൻ ഒരു ഇൽമാണ്. ഇങ്ങോട്ട് ശേഷം പറയുന്നത് യുറഹു ബിഹി അഹ്വാലുൽ ലഫ്ദിൽ അറബിയ്യി. ഇങ്ങനെയല്ലേ പോണ്. ഇനി അതിനെ കുറച്ച് വിട്ട് വായിച്ചാൽ നമുക്ക് അല്ലഖബു ലിഹാദൽ അലമി ഇൽമി. ഈ ഇൽമിൻ്റെ പേര് ഇമ്മൽ മആനി. ഒന്നുകിൽ മആനി മാത്രമാണ്, ഇൽമുൽ മആനി അല്ല, മആനി മാത്രമാണ് പേര്. ഷഹ്റു റമളാൻ എന്നാണോ പേര്, റമളാൻ മാത്രമാണോ പേര് പറഞ്ഞ മാതിരിയാപ്പം ഈ ചർച്ച. ഈ മആനി മാത്രമാണ് ഒന്നുകിൽ വൽ മുറാദ് ബിഹി. അപ്പം മആനി കൊണ്ടുള്ള മുറാദ് അൽ ഖവാനീനുൽ മഖ്സൂസ, പ്രത്യേകമായ ചില നിയമങ്ങളാണ് ഈ കാരണം അതില്ലത്തിഹ, അതിൻ്റെ ദലീലുകൾ ഉൾപ്പെടെയുള്ള ഇളാഫത്തുൽ ഇൽമി ഇലൈഹി. അപ്പം പിന്നെ ഇൽമിനേക്ക് ഇളാഫത്ത് ഇൽമുൽ മആനി വരേണ്ട ആവശ്യമുണ്ടോ? അൽ മആനി ഇൽമു എന്ന് പറഞ്ഞാൽ പോരേനോ? അതിന് മറുപടി പറഞ്ഞത് അത് മീൻ കബീൽ ഇളാഫത്തിൽ ആമി ഇലൽ ഹാസീൻ. ആമിന് ഹാസിക്ക് ഇളാഫത്ത് ചെയ്തൊക്കെയാണ്. ഏതുമാതിരി ഷജറുൽ അറാക്ക് അറിയും പോലെ. ഷജറുൽ അറാക്ക് പറഞ്ഞാൽ അറാക്ക് മരം എന്നല്ലേ, അറാക്കിന് മരം തന്നെയല്ലേ. അപ്പം ആമാണ്. അറാക്കും അല്ലാത്തതും പെടുന്നൊരു വാക്കും സംഗതിയാണ് ഷജർ. ഷജറിലെല്ലാം വിട്ടും അതിന് കൂട്ടത്തിൽപ്പെട്ട ഹാസാണ് ഏത് അറാക്ക്. അപ്പം ആമാവുന്ന ഷജറിനെ ഹാസാവുന്ന അറാക്ക് ഇല്ലാത്ത ചെയ്ത മാതിരി ഇൽമിൻ്റെ കൂട്ടത്തിൽ പലയാതെ ഇൽമുണ്ട്, നെഹവുണ്ട്, സർഫുണ്ട്, പലതും ഉണ്ടല്ലോ. ആ കൂട്ടത്തിൽപ്പെട്ട ഇൽമാണ് ഏത് മആനി. അപ്പം ആമിനെ ഹാസിക്ക് ഇല്ലാത്ത ചെയ്തൊക്കെ ഏതുവരെ ഷജറുൽ അറാക്ക് പറഞ്ഞ മാതിരി, ഷഹ്റു റമളാൻ പറഞ്ഞ മാതിരി. വയജൂസു അൻ യകൂന മിൻ ഖബീലി ഇളാഫത്തിൽ മസ്ദരിൽ മഫ്ഊലി. ഇനി അങ്ങനെയാക്കാം. അങ്ങനെ മസ്ദറിന്റെ മഫ്ഊൽ ഇളാഫത്ത് ചെയ്ത് അപ്പം എന്താവും? ഇൽമുൽ മആനി, മആനിയെ അറിയലാവുന്നത്. മആനിയെ അറിയലാവുന്ന മസ്ദറിനാണോ ഇൽമിനുണ്ടാവും. പിന്നെ അവിൽ മജ്മൂഉ, അല്ലെങ്കിൽ ടോട്ടൽ പേരാകാം. ഇൽമുൽ മആനി ഒന്നായിട്ട് പേര്, ഇൽമു മആനി കൂട്ടി പേരിട്ട് ഷഹ്റു റമളാൻ ഒന്നായിട്ട് പേരാ എങ്ങനെക്കും എന്ന് പറഞ്ഞ മാതിരി. അൽ മുറക്കബു, കൂട്ടിണ്ടാക്കപ്പെട്ട, മിൻഹുമ ഇൽമിനാലും മആനിനാലും കൂടി കൂട്ടിണ്ടാക്കപ്പെട്ട മജ്മൂ ആകാം, ടോട്ടലേക്കാരം പേര്. വൽ മുറാദു, ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത് മഅരിഫത്തു തിൽക്കൽ ഖവാനീൻ, ആ നിയമങ്ങളെ അറിയൽ, ബിദലായിലിഹ, ദലീൽ ഉൾപ്പെടെ അറിയൽ എന്നാണ്. അപ്പോൾ ചോദിക്കുമ്പം ഇൽമുൽ മആനി എന്ന് പറഞ്ഞാൽ ഒന്നായിട്ട് പേരാകുമ്പോൾ ഇൽമുൽ മആനി ആവുന്നത് ഇൽമാണ് പറഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ മുളാഫ് കൂട്ടണം. മഅരിഫത്തു ഇൽമുൽ മആനി, ഇൽമുൽ മആനി എന്ന് പറയുന്ന ആ വിജ്ഞാന ശാഖയെ അറിയലാവുന്നത് ഇൽമുന്നിൽ ഇൽമാണ് എന്നാക്കേണ്ടി വരും. പിന്നെ ഖുദ്ദിമ ഹാദൽ ഇൽമു അല ഇൽമിൽ ബയാൻ, രണ്ടാം ഫന്നാവുന്ന ഇൽമുൽ ബയാനേക്കാൾ ഈ ഒന്നാം ഫന്നാവുന്ന ഇൽമുൽ മആനിനെ മുന്തിക്കാൻ കാരണം ലി അന്ന ഈറാദൽ മഅനൽ വാഹിദി അലൽ തുറുക്കിൽ മുഖ്തലിഫത്തിൽ മുഅ്തബറത്തി ഫീഹി, ഇൽമുൽ ബയാനിൽ ഏതിബാർ ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക മാനുണ്ട്. അത് ഏതാറിയോ? വ്യത്യസ്തമായ വഴികളിലൂടെ ഒറ്റമാനാനെ കൊണ്ടുവരിക എന്നതാണ് ഇവിടുത്തെ ചർച്ച. ഇൽമുൽ ബയാനിലെ ആ ചർച്ച, ആ പരിപാടിയാവുന്നത് ഇന്നമായ എഴുത്തബറു, അത് പരിഗണിക്കപ്പെടും ബാദരിയായത്തിൽ മുത്താബക്കത്തിൽ മഖ്സൂദത്തി ഫീ ഹാദൽ ഇൽമി, ഇൽമുൽ മആനിയിൽ മഖ്സൂദ് ബിദാത്ത് മഖ്സൂദായിരിക്കുന്ന റിയായത്തുൽ മുത്താബക്ക പരിഗണിച്ചതിന് ശേഷം സന്ദർഭത്തിനനുസരിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ച ഉള്ളത്. ഇൽമുൽ മആനിയിലെ ചർച്ച ഉള്ളത്. ഇൽമുൽ ബയാനിലെ ചർച്ച അതല്ല. ഇൽമുൽ ബയാനിലെ ചർച്ച തൻ്റെ കൽബിലുള്ള ആശയം വിവിധ വ്യത്യസ്തമായ വഴികളിലൂടെ തൻ്റെ മുഖാത്തബിലേക്ക് പകർന്നെടുക്കാനുള്ള വിവിധ ശൈലികളാണ് ഇവിടുത്തെ ചർച്ച ഉള്ളത്, ഇൽമുൽ ബയാനിലെ ചർച്ച ഉള്ളത്. അപ്പോൾ വിവിധ ശൈലികൾ ചർച്ച ചെയ്യുന്നതിൻ്റെ മുമ്പ് സാന്ദർഭികമായി സംസാരിക്കേണ്ടത് അറിയലാണ് മറ്റേതിനേക്കാൾ പ്രാമുഖ്യം. ആയതുകൊണ്ട് ഇത് പരിഗണിച്ചിട്ടാണ് ഇത് നോക്കേണ്ടത്, ഇൽമുൽ ബയാനിലെ കാര്യം നോക്കേണ്ടത്. അതുകൊണ്ടാണ് ഇൽമുൽ മആനിനെ സംബന്ധിച്ചത്. നല്ല അടിപൊളി. ഇനി അടുത്തത് ഇൽമുൻ, അതൊരു ഇൽമാണ്. ഇവിടെ ഇൽമ എന്ന് പറഞ്ഞാൽ മലക്കത്തുൻ, അതൊരു മാനസിക കഴിവാണ്. യതമക്കനു ബിഹ, അതുകൊണ്ട് ഒരാൾക്ക് സാധ്യമാകും അല ഇദ്റാകാത്തി ജുസ്ഇയ്യത്തിൻ, ജുസ്ഇയായ കാര്യ ഇദ്റാകാത്തിൻ ജുസ്ഇയ്യത്തിൻ എന്ന് പറഞ്ഞുകൊണ്ട് സിഫത്താക്കി വായിച്ചട്ടോ. ജുസ്ഇയായ കുറേ ഇദ്റാക്കുകളുടെ മേലിൽ എങ്ങനെയാണ് ഈ ജുസിയാത്ത് തിരിയല്? ബിസ്തിഹ്ലാരിൽ മഅലൂമാത്തി, കുറേ മഅലൂമാത്തിനാണ്ട് മനസ്സിൽ ഹാജരാക്കി കൊണ്ടുവന്ന് കാണ്ടും, വസ്തിഹ്സാലിൽ മജ്ഹൂലാത്തി, മജ്ഹൂലാത്തിനെ ഹാസിലാക്കി കാണ്ടും. നമ്മൾക്കിപ്പോൾ അങ്ങനെ പറയാം, ഒരു മഅലൂമാത്ത് കുറേ നമ്മൾ ഹാജരാക്കുമ്പോൾ എത്തിപ്പെടും, മജ്ഹൂലാത്തിലേക്ക് എത്തിപ്പെടും. ഇത് ചെയ്ത് കാണ്ട് ജുസിയായ കാര്യങ്ങൾ ഇദ്റാക്ക് ചെയ്യാൻ സാധിക്കുന്നൊരു മലക്കനാണ് ഇവിടെ ഇൽമ എന്ന് പറഞ്ഞത്.
ഇപ്പം നെഹ്ബിൽ തിരിഞ്ഞ് പറഞ്ഞുതരാം. നെഹ്ബിൽ ഇപ്പോൾ ഫായിൻ്റെ റഫാണ് എന്ന് പറയുന്ന ഒരു കായിക പഠിക്കുന്നതോട് ജാ സെയ്ദത്ത് സെയ്ദ് റഫ കിട്ടിയില്ലേ. മഫ്ഊൽ നസ്ബാണ് എന്നുള്ളതായ ഒരു കായിക തിരിക്കുന്നതോട് റഅയ്തു സെയ്ദൻ എന്ന് പറയുന്ന സെയ്ദ് നസ്ബാൻ കിട്ടിയില്ലേ. അങ്ങനെ ജുസിയാത്ത് തിരിയണമെങ്കിൽ കുല്ലിയാത്ത് ആദ്യം പഠിച്ചേക്കണമല്ലോ. അങ്ങനെയുള്ളതായിരിക്കുന്ന കുറേ മഅലൂമാത്ത് ഹാജറാക്കിയാണ്ട് ജുസ് ഇതറാക്ക് മനസ്സിലാക്കണേനാണ് മലക്ക എന്ന് പറയാം. ഇത്ലാഖുൽ ഇൽമി അലൈഹ എന്നാൽ മലക്കനെ പറ്റി എങ്ങനെ ഇൽമ് എന്ന് പറയല്? ഇവന്റെ മനസ്സിൽ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഒരു മലക്കവന് കിട്ടും, ഒരു കഴിവന് കിട്ടും. ഈ മലക്കനെ പറ്റി ഇൽമ് എന്ന് പറയാനുള്ള കാരണം അതായത് മീൻ കബീൽ ഇത്ലാഖ് ഇസ്മി സബബി അലൽ മുസബ്ബബീൻ, സബബിന്റെ ഇസ്മിനെ മുസബ്ബിനുവിൽ പറഞ്ഞതിൽ പെട്ടതാണ്. മുസബ്ബബിനെ പറയേണ്ടിയത് ഇങ്ങോട്ട് അതിന് പറയണത് ഏതാണ്? സബബാണ് പറയണത്. മഴ എന്ന് പറഞ്ഞെങ്കാണ്ട് പുല്ലെന്ന് ഉദ്ദേശിക്കുക. മഴ പെയ്താലേ ഏതുണ്ടാല് പുല്ലുണ്ടാകുക, അപ്പോഴല്ലേ പുല്ല് വളക്കല്. അപ്പോൾ മഴ എന്നാണ് ലഫ്ള പറഞ്ഞത്, ഉദ്ദേശിച്ചത് ഏതാണ്? അതുകൊണ്ട് മുളക്കുന്ന പുല്ലാണ് എന്നതുപോലെ ഇവിടെ പിന്നെ സബബിന്റെ ഇസ്മു പറഞ്ഞാൽ മുസബ്ബ് മുറാദാണ്. അപ്പോൾ ഇൽമുണ്ടാവും മലക്കുണ്ടാവും. എന്നെ വജൂസു യുറാദ ബിഹി നഫ്സുൽ ഉസൂലി, ഫേജൂദ് ജായിസാണ് യുറാദ ബിഹി. ഇതുകൊണ്ട് ഈ ഇൽമോട് ഉദ്ദേശിക്കല് നഫ്സുൽ ഉസൂലി വൽ ഖവാഇദി അൽ മഅലൂമ, അറിയപ്പെട്ട കുറേ കായികകളും കുറേ അടിസ്ഥാന നിയമമുണ്ടല്ലോ, അതിൻ്റെ നഫ്സിനും ഇൽമു അറിയാം. അപ്പം ഇൽമു പറഞ്ഞാൽ അപ്പം ഒരു മഅലൂമയിക്കാരം. എങ്ങനെ മുൻകിറിനോട് തെക്കീത് ചെയ്യണം, ആവശ്യമില്ലാത്തോടത്ത് മുസ്ലിദിനെ കളയണം, ഈ ആദ്യ നിയമങ്ങളാണ് ഇതിൽ പറയാൻ പോകുന്നത്. ഈ ജാതി നിയമങ്ങളുടെ നഫ്സിനും എന്ത് പറയും? ഇൽമു എന്ന് പറയും. ആദ്യം പറഞ്ഞ കൽബി ഈ വ്യക്തിക്ക് കിട്ടുന്ന മലക്കാണ് ഇൽമു എന്നാണ് ആദ്യം പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞ മലക്കല്ല പറയുന്നത്, ഇവന് കിട്ടുന്ന ഇൽമില്ലേ ആ കായികകൾ, ആ കായികകൾക്ക് എന്ത് പറയാൻ പറ്റും? ഇൽമു എന്ന് അറിയാൻ പറ്റും. ബിജാലി ലിബിയാനും മാലൂമി. അപ്പോൾ പിന്നെ ഇൽമിന് മാലൂമിന് ആനാക്കാക്കേണ്ട ഒരു മജാസായും കൊണ്ട്. അപ്പോൾ പിന്നെ മസ്തർ പറഞ്ഞതാണ് ഏതാ മുറാദ്? സഫൂലാണ് മുറാദ്. അപ്പം എന്താ അർത്ഥം? ഇൽമുൽ മാനിയാവുന്ന ഇൽമു നന്നാ മാലൂമാത്ത് എന്ന് പറയാൻ മാലൂമാത്താണ് എന്നായിരിക്കും. യുറഫു ബിഹി, ആ ഇൽമു മുഖേന അറിയപ്പെടും. അഹ്വാലുൽ ലഫ്ദിൽ അറബി, അറബിയായ ലഫ്ദിന്റെ ഹാലുകൾ അറിയപ്പെടും. ഇന്നമാ അസറൽ മാരിഫത അലൽ ഇൽമി, ഇവിടെ മുസന്നിഫ് യുറഫു എന്ന് പറഞ്ഞു, യുലമു എന്ന് പറഞ്ഞില്ല. കാരണം ജെറിയന്നല മസ്തല അലൈഹിൽ ബാദു, ചില ഇമാമിങ്ങൾ ഏതൊരു ഇസ്തിലാഹിന്റെ മേൽ നടന്നിരിക്കുന്നോ അങ്ങനത്തെ ഒന്നിൻ്റെ മേൽ നടന്നതിന് വേണ്ടി ചില നഹവിൻ്റെയും ചില ഈ ഇൽമുൽ ബലാഗത്തിൻ്റെയും അഹ്ലുകാർ ഇസ്തിലാഹ് ഉണ്ടാക്കിയാണ്. ഇൽമിനും മാരിഫത്തും വെവ്വേറെ മാനച്ചേക്കുക. അങ്ങനെ വെച്ചത് അത് അന്നൽ മാരിഫത്ത, ഈ അറഫാരിഫു എന്ന് പറയുന്ന ഫീല് യുത്ലഖു അലൽ ഇദ്റാക്കിൽ ജുസ്ഇ, ഒറ്റ വസ്തു കാര്യം പറയും. ഒറ്റ വസ്തു മനസ്സിലാക്കുക. കടൽ കണ്ടു, ഞാൻ വേദിനെ മനസ്സിലാക്കി. ഈ ജാതി വസ്തുവിനെ മനസ്സിലാക്കണേന് എന്താ പറയും? ഒറ്റ വസ്തുവിനെ മനസ്സിലാക്കണേന് അറഫ എന്നും പറയും. വൽ ഇൽമ് അല്ല കുല്ലി, ഈ കുല്ലീനെയും പറയും. എങ്ങനെ? സെയ്ദ് അങ്ങനെയാണ്, അംബർ മരിച്ചോലോ, ബക്കർ ഗൾഫ് പോയോലോ, ഇങ്ങനെയുള്ള ജുംലനെ മനസ്സിലാക്കണേന് ഇൽമ് എന്നും പറയും. ഇതിനെ പഠിച്ചു ഇങ്ങനെ മുഫ്രദ മനസ്സിലാക്കണേനെന്ന് പറയും, അറഫ എന്നും പറയും എന്നൊരു ഇസ്തിലാ ചെലവിൽ വെച്ചിങ്ങനെ അതിൻ്റെ മേലിട്ട് കണ്ടാണ് മുസ്ലിം എന്ത് പറഞ്ഞത്? യുറഫു ബിഹി അഹ്വാലു എന്ന് പറഞ്ഞത് യുറമു ഒഴിവാക്കിങ്ങാണ്ട്. വക്കത്തുസ്തമലും മാരിഫത്തുമാന ഇതൊക്കെ ബിഹി ആസാറുഹുരാദാത്തുഹു, അങ്ങനെയുണ്ട് കേട്ടോ. കലീല ഇസ്തിമാലുണ്ട്. മാരിഫത്തിനെ ഭീമ ഒന്നിൽ ഉപയോഗിക്കപ്പെടും. യുദറക്കു ആസാറുഹു, അതിൻ്റെ ആ ലക്ഷണങ്ങളെ മനസ്സിലാക്കപ്പെടാൻ പറ്റും. ദാത്തു, ദാത്തിനെ കിട്ടൂല. അള്ളാനൊക്കെ ദാത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല. അള്ളാണ്ടത് ലക്ഷണങ്ങൾ മനസ്സിലാകുന്നുണ്ട്. രാവ് ഉണ്ടാകുന്നുണ്ട്, ആ പകലുണ്ടാകുന്നുണ്ട്, ആ സൂര്യ അസ്തമിക്കുന്നുണ്ട്, സൂര്യ ഉദിക്കുന്നുണ്ട്. ഇങ്ങനെ പിന്നെ മാസങ്ങളും ചന്ദ്രനും സൂര്യനൊക്കെ കാണുമ്പം ഇതൊക്കെ നിർമ്മിച്ച ഒരാളുണ്ട് എന്ന് അതിൻ്റെ അസറുകൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതേസമയം അള്ളാൻ്റെ ദാത്ത് മനസ്സിലാക്കാൻ നമ്മക്കാർക്ക് കഴിയില്ല. ഔലിയാക്കന്മാർക്ക് വരെ അള്ളാൻ്റെ ദാത്ത് എന്താക്കാൻ കഴിഞ്ഞില്ല, കുൻഹുൽ ദാത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിന് മാരിഫത്തിന് ഉപയോഗിക്കപ്പെടുമ്പോൾ ഇൽമിന് ഉപയോഗിക്കപ്പെടും. ഫീമാ യുതറക്കു ദാത്തുഹു, അതിൻ്റെ പച്ചക്കന്നെ മനസ്സിലാക്കപ്പെടുമെങ്കിൽ എന്തറിയും? യുലമു എന്ന് പറയും. അതിൻ്റെ അവൻ്റെ ലക്ഷണങ്ങളെ കിട്ടുള്ളൂ, ഏത് കിട്ടൂല, ദാത്ത് കിട്ടൂലെങ്കിൽ എന്ത് അറിയും? യുറഫു എന്നും പറയും എന്ന് കലിസ്തീന്മാരുണ്ട്. അതുകൊണ്ടാണല്ലോ വലുതാ യുക്കാല് അറഫ്തുല്ലാഹ, അറഫ്തുല്ലാഹ എന്നാ പറയാ. ദൂന അലിംതുഹു, അലിംതുല്ലാഹ എന്നതില്ല പറയില്ല. അള്ളാനെ അറിഞ്ഞു പറയുന്നതിന് അറഫ്തുല്ലാഹ. ആരിഫീങ്ങൾ എന്നല്ല പറയല്. അള്ളാനെ മനസ്സിലാക്കിയ ആൾക്കാർക്ക് എന്താ പറയല്? ആരിഫീങ്ങൾ എന്നാ പറയല്. കാരണം അള്ളാഹുവിൻ്റെ പിന്നെ ദാത്തിനെ പോലെ ഒരു അടിമക്ക് മനസ്സിലാവുന്ന സ്ത്രീലൊക്കെ മനസ്സിലാക്കിയെടുത്തു. അതുകൊണ്ട് ആരിഫീങ്ങൾ എന്നറിയും.
ഓര് മനസ്സിലാക്കിയത് അസർ കൂടെ മനസ്സിലാക്കിയത്. പിന്നെ വല്ലിതറാക്കാത്തുൽ ജുസിയത്തു. ആ ഈ ജുസിയ ഇതറാക്കാത്ത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ പറഞ്ഞ് ഇവിടെ മലക്കൻ്റെ അവിടെ പറഞ്ഞാണ് ഇൽമു എന്ന് പറഞ്ഞാൽ മലക്കയാണ്. യതുമക്കനും ബിഹാ അല ഇതറാക്കാത്ത് ജുസിയത്തി എന്ന് പറഞ്ഞില്ലേ അല്ലേ? ആ ഇതറാക്കാത്ത ജുസിയത്ത് പറഞ്ഞാൽ ഹിയ അത് മാരിഫത്ത് കുല്ലി ഫർദിൻ ഓരോ ഫർദിനെ എങ്ങനെ അറിയലാണ് മിൻ ജുസിയാത്തിൽ അഹ്വാലിൽ മദ്കൂറത്തി പറയപ്പെട്ട അഹ്വാലിൻ്റെ ജുസിയാത്തിൽപ്പെട്ടതായ. ഇപ്പം മുങ്കറിനോട് തക്കീത് ചെയ്യണം എന്ന് പറയുന്ന ഒരു കായിക പഠിച്ചപ്പോൾ ലോകത്ത് ഒരുപാട് മുങ്കിരിങ്ങളുണ്ട്, ഓലോടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തക്കീത് ചെയ്താണ്ട് പറയണം, വേണ്ടേ? അത് ഏതുകൊണ്ട് മനസ്സിലാക്കി? ഓരോ ഫർദിനും നമ്മൾ പഠിച്ചു. ഒരാൾ പെട്ടെന്ന് നമ്മൾ ഇൻകാർ ചെയ്തു, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? തക്കീത് എപ്പോഴും പറയണം എന്ന ഫർദ് എവിടെ മനസ്സിലാക്കി? ആ കുല്ലിയുമെന്ന് മനസ്സിലാക്കി. ബിമാന ഏതർത്ഥത്തിനാണ് ഈ പറഞ്ഞത്? എല്ലാം അറിയാന്ന് പറഞ്ഞതിന് അർത്ഥം സെയ്ദിനോട് ഇങ്ങനെ വരണം, പോക്കരോട് ഇങ്ങനെ വരണം, അങ്ങനെയല്ല അറിയില്ല. പിന്നെ അന്ന അയ്യ ഫർദിൻ യൂജദു മിൻഹ, ഈ അഹ്വാൽ ജുസ്ഇയാത്തിൽപ്പെട്ട ഏത് ജുസ്ഇയത്തിൽ കൂടുകയാണെങ്കിലും യുംകിനുലനാ നമുക്ക് സാധിക്കും അനരിഫഹു ആ ഫർദിനെ മനസ്സിലാക്കാൻ ബിദാലിക്കൽ ഇൽമി പഠിച്ചാൽ. ഇപ്പം നഹ്വിലാവുമ്പോൾ ഫായിൽ റഫാണ് എന്ന് കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ജാസെയ്ദിലെ സെയ്ദിനിക്കും റഹബ അംബറിലെ അംബറിനിക്കും റഫാന്ന് കിട്ടും. അല്ലാതെ എങ്ങനെ കുട്ടിനെ ചെല്ലി പഠിപ്പിച്ച റഹബ അംബറെന്ന് ഇവിടെ കണ്ട അവിടെ അംബറൊന്നും വായിക്കണം കേട്ടോ, ജലസ ഖാലിദ് എന്ന് പറഞ്ഞാൽ ഹായ് റഫൈൻ അങ്ങനെ പഠിപ്പിച്ചാലല്ല. പിന്നെ ഒരു പൊതു കായിക പഠിപ്പിക്കുമ്പോൾ അത് ആ വിഷയത്തിൻ്റെ ഉള്ളിൽ വരുന്നത് ഏത് കിട്ടിയാലും അത് ഏതുകൊണ്ട് മനസ്സിലാക്കും. അതുകൊണ്ട് മനസ്സിലാക്കും. ഏത് മനസ്സിലായി? ഫായിൽ റഫാന്ന് പഠിച്ചപ്പോൾ മനസ്സിലായി എന്ന പറഞ്ഞ മാതിരി മുങ്കിറിനോട് തെക്കിത് എന്നുള്ള കായിക പഠിച്ചപ്പോൾ അമ്പത് തിങ്കർ ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലായി ഇപ്പോൾ ഞാൻ ഇപ്പം എന്ത് ചെയ്യേണ്ട നേരാണ്, തെക്കിത് ചെയ്യേണ്ട നേരാന്ന് കിട്ടി. അങ്ങനെ പറ്റുന്ന അതിനെ പറഞ്ഞ അർത്ഥം ഈ പറയണത് എല്ലാം കിട്ടുന്ന തന്നെ അർത്ഥം. ഒരു രേഖ തീരത് വേണ്ടോ? ലാ അന്നഹ തസ്രു ജുംലത്തോൻ ബിൽഫീൽ ഒന്നായിട്ട് കൊട്ടയിലാക്കി ആസിലാക്കി കൊടുക്കുക എന്നല്ല. ഒരു കുട്ടിക്ക് ഇൽമുൽ പഠിപ്പിച്ചാന്ന് പറഞ്ഞ അർത്ഥം എന്തല്ല? ഉസ്താദ് കുറേ ഒരു വലിയ രേഖ ഇതിണ്ടാക്കിയാണ് ഒന്നായിട്ട് ഓരി കൊടുക്കുക എന്നാ അല്ല. കുറച്ച് കായിക കുട്ടീനെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കീഴിൽ വരുന്നൊക്കെ ആര് പഠിച്ചോളും, കുട്ടി മനസ്സിലാക്കി എടുത്തോളും എന്ന അർത്ഥം. അല്ലാതെ ജുംലത്തൻ നന്നായിട്ട് വാരി കോരി കൊടുക്കുക എന്നല്ല. എല്ലാ ഇൽമും അങ്ങനെ തന്നെയാണ്, നെഹവും അങ്ങനെ തന്നെയാണ്, സർഫൊക്കെ അങ്ങനെ തന്നെയാണ്. ഇസ്തിഹാരതി ഉജൂദി മാലായത്തനഹ, കാരണം അറ്റമില്ലാത്തതിൻ്റെ ഉജൂദ് മുഹാലായതിന് വേണ്ടി എഴുതി തീരുമോ? അങ്ങോട്ട് എഴുതി തീരുമോ? പിന്നെ ഫലാ എരുതു മായരുതു. അപ്പോൾ വന്ന ചോദ്യം ഇവിടെ വരൂല. എന്താ വന്ന ചോദ്യം എന്നറിയോ? അതെങ്ങനെയാണ് ഇങ്ങനെ? ഇത് അലിഫ്ലാം ഇസ്തിറാഖിന് അലിഫ്ലാമല്ലേ? അപ്പോൾ യൂറോബി അഹ്വാലുൽ ലഫ്ദുൽ അറബി, അറബിയ ലഫ്ദിന്റെ സർവ്വഹാലും ഇൽമു അടിച്ചാൽ കിട്ടുന്ന സർവ്വ ഇൽമു അങ്ങനെ ഈ കിതാബിനുള്ളിൽ കൊള്ളോ എന്നൊരു ചോദ്യമൊക്കെ ചോദിച്ചാണ് ചിലവർ എന്ത് ചെയ്യലുണ്ട്, വെറുതെ പട്ടം കറക്കലുണ്ട്. അതിന് മറുപടി പോയി പറഞ്ഞത് ഒന്നാ ജുംലത്തം വാരി കൊടുക്കുക എന്നല്ല അതിനർത്ഥം. ഒന്ന് ഒക്കെ കിട്ടാനുള്ള മലക്കപ്പെടുന്ന് കിട്ടും ഇൽമു അടിച്ചാൽ എന്നാണ്. പിന്നെ അപ്പോൾ തഖീദ് ലഫ്ദിൽ അറബി, ഇതിന് അറബിയ ലഫ്സ് വേറെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ അതിന് ബിയാനെ അത് ഇത്തിഫാക്ക് ചെയ്യുന്നത് അത് അവസരോചിതമായി പറഞ്ഞതാണ്. കാരണം നമ്മളിപ്പോൾ ഈ കിതാബും രചിക്കുന്നതും ചർച്ച ചെയ്യുന്നത് ഇൽമു അറബി ഭാഷയിലല്ലേ, അതുകൊണ്ട് അറബി എന്ന് പറഞ്ഞെന്നുള്ളൂ. അറബി ഭാഷ പഠിച്ചവൻ ഏതും കഴിയും, കോടതി കയറിങ്ങാണ്ട് പിന്നെ ഏത് പറയാനും കഴിയും, മറ്റടുത്ത് പോയിങ്ങാണ്ട് സ്റ്റേജ് മൂവ് കയറിങ്ങാൻ പറയാനൊക്കെ അതിനനുസരിച്ച് പറയാൻ അവന് കഴിയും. മനസ്സിലായില്ലേ? അത് ഇംഗ്ലീഷ് പ്രസംഗിക്കാനും കഴിയും, ഉറുദു പ്രസംഗിക്കാനും കഴിയും, ഹിന്ദി പ്രസംഗിക്കാനും കഴിയും, ആ കൂട്ടത്തിലും അറബിയും ഓ കഴിയും, മലയാളം കഴിയും. പിന്നെ ഇല്ല ഇങ്ങനെ ഇത്തിഫാക്കിയാണ് വെച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല. കാരണം ലൈസലി തഖ്സീസി വജുഹുൻ, അറബിയിൽ മാത്രം ഈ ഫന്നിനെ ഒതുക്കാൻ ന്യായമില്ല. അറബി ഭാഷയിൽ മാത്രമേ ഏതുള്ളൂ ഈ ഇത്തരം വിഷയമുള്ളൂ എന്നുള്ള പറയാൻ ഒരു ന്യായവും ഇല്ല.